നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ പലപ്പോഴും എനിക്ക് അറപ്പ് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. പുരുഷന്മാര് 10ഉം 15ഉം പവന്റെ ആഭരണ മാല, വലിയ തടി ചങ്ങല പോലത്തെ മാല കഴുത്തിലിട്ടിട്ട് ഷർട്ടിന്റെ 2 ബട്ടൺ ഊരിയിട്ട് ഇത് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചുകൊണ്ട് നടക്കുന്ന പുരുഷന്മാര് കാർക്കിച്ച് തുപ്പാൻ തോന്നും അവരുടെ മുഖത്തേക്ക്. എന്റെ വീട്ടിലെ ഒരു പുരുഷൻ, എനിക്ക് 2 ആൺമക്കളാണ്, എന്റെ വീട്ടിലെ മക്കൾ ആരെങ്കിലും അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണേ ഊരി വെക്കടാ ഉടനെ ഞാൻ പറയും, ഊരി വെക്കടാ താഴെ, ഊരി എറിയടാന്ന് പറയും. ഞാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ മക്കളെ സമ്മതിക്കത്തില്ല, എന്റെ ഭർത്താവിനെയും ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ, അതായത് ഇതൊക്കെ ആഡംബരമാണെന്നോ, ഇതൊക്കെ സുഖലോലുപതയാണെന്നോ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ജീവിതമെന്നോ ഒക്കെ ഇവർ പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് നോക്കിയാൽ അറിയാം, പാതാതികേശം സ്വർണത്തിൽ പൊതിഞ്ഞ പെൺകുട്ടിയെയും വലിച്ചുകൊണ്ട് മുൻപേ ഒരു ആൺപട്ടി പോകുന്നു, അതിന്റെ പുറകെ ഒരു പെൺപട്ടി ഇങ്ങനെ സ്വർണത്തിൽ പൊതിഞ്ഞു പോകുന്നു. ഞാൻ അവരെ അങ്ങനെയാ കാണുന്നത്. എന്റെ 2 ആൺമക്കളും കല്യാണം കഴിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ, കാരണം എന്റെ മൂത്ത മകൻ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം മുൻപ് അന്ന് LDF ഭരണമാണ്, LDFന്റെ ഒരു മന്ത്രിയുടെ മകളുടെ കല്യാണം പാലക്കാട് നടന്നു. അതിങ്ങനെ ഇതിൽ കാണുന്നത് പോലെ, പരസ്യത്തിൽ കാണുന്നത് പോലെ പാതാതികേശം സ്വർണത്തിൽ മൂടിയ ഒരു പെൺകുട്ടിയായിരുന്നു. മന്ത്രിയുടെ മകളാണ് LDF. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ തോന്നിയിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ മൂത്ത മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയോട് പറഞ്ഞു, മകളെ, നിനക്ക് സ്വർണമോ എന്തെങ്കിലും തരുന്നെങ്കിൽ അത് നിന്റെ മാതാപിതാക്കൾ തന്നുകൊള്ളട്ടെ, എനിക്കതിന് വിരോധമില്ല. എത്ര തരുമെന്നോ എന്തു തരുമെന്നോ ഞാൻ ചോദിക്കുന്നില്ല, ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ കല്യാണ വേദിയിലേക്ക് വരുമ്പോൾ മിനിമം ഓർണമെന്റ്സ് മാത്രമേ ഉണ്ടാകാവൂ, അതല്ലെങ്കിൽ അത് വലിയ ആക്ഷേപമായിട്ടാണ് എനിക്ക് തോന്നുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ കുട്ടി അങ്ങനെ തന്നെ ധരിച്ചാണ് വന്നത്. 2ാമത്തെ മകന്റെ വിവാഹത്തിനും ഇത് തന്നെ ഞാൻ പറഞ്ഞു. ആ മകളും അതുപോലെ വളരെ മിനിമം ഓർണമെന്റ്സ് മാത്രം ധരിച്ചാണ് വന്നത്. 2 പേരോടും ഞാൻ ചോദിച്ചിട്ടില്ല, എൻ്റെ ഭർത്താവ് ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ആൺമക്കളും അവരോട് ചോദിച്ചിട്ടുണ്ടെന്ന്, നിനക്ക് എത്ര സ്വർണം കിട്ടി, ആ സ്വർണം എന്ത് ചെയ്യുന്നു എന്നൊന്നും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കലും, അതായത് സ്വർണത്തോട് എന്താണ് ഇത്ര കമ്പം? സത്യമായിട്ടും കാര്യമുണ്ട്. കാരണം അതിൻ്റെ വാല്യൂ വച്ചടി വെച്ച് കയറി മുന്നോട്ട് പോകുന്നു, വാല്യൂ താഴേക്ക് പോകുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കയ്യിലുള്ളവൻ കൂടുതൽ ധനികനാണ് എന്നൊരു ഒരു ധാരണ പൊതുജനത്തിനുണ്ട്. പക്ഷേ അത് കള്ളന്മാർക്കും ഒക്കെ ഇരയാകാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. അത് മാത്രവുമല്ല, സ്വർണത്തേക്കാൾ എത്രയോ അതാണ് നല്ല സ്വഭാവം. അപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടിയെ നോക്കുമ്പോൾ അവൾ എന്ത് സ്വർണം കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, അവൾ ഏത് തരത്തിലുള്ള സ്ത്രീത്വത്തിന്റെ ഉടമയാണ് എന്നാണ് നോക്കേണ്ടത്. എനിക്ക് ചിന്താവിഷ്ടയായ സീതയെയാണ് ഈ സ്ത്രീപർവം, പീഡനപർവം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അവിടെ അവർ നിത്യവ്രതത്തിലായിരിക്കുന്നു. അവിടെ നിന്നാണ് ശ്രീരാമൻ അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്. അഗ്നിശുദ്ധി വരുത്തിയാണ് ശ്രീരാമൻ അവരെ വീണ്ടും ഭാര്യയാക്കി സ്വീകരിക്കുന്നത്. പക്ഷേ ശ്രീരാമന്റെ ഒരു അനുചരൻ ദേശത്ത് എല്ലാവരുടെയും സമൃദ്ധിയും സന്തോഷവും അഭിപ്രായങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ചുറ്റി നടന്നപ്പോൾ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയോട്, ഞാൻ ശ്രീരാമനെ പോലെ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ കരുതണ്ട എന്ന് പറഞ്ഞ് അവരുടെ ചാരിത്രത്തെ പരിഹസിച്ചുകൊണ്ട് അവരോട് ആക്രോശിച്ച് സംസാരിക്കുന്നത് കേട്ടു. ആ കാര്യം അറിഞ്ഞതിന് ശേഷം എന്താണ് ശ്രീരാമൻ ചെയ്തത്? ശ്രീരാമൻ ഗർഭിണിയായിരുന്ന സീതാദേവിയെ തമസാ നദിയുടെ തീരത്ത് ഉപേക്ഷിക്കുന്നു. വാൽമീകിയുടെ ആശ്രമത്തിനടുത്തായിരുന്നു ഉപേക്ഷിച്ചത്. അവിടെ അതായത് പ്രകൃതിയും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള സീതയെ അങ്ങനെ പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്ന രീതിയിലാണ് ലക്ഷ്മണനോടൊത്ത് പറഞ്ഞയച്ച് അവിടെ വിട്ടുപോരുന്നത്. അപ്പോൾ അവിടെ ചിന്താവിഷ്ടയായിട്ട് സീത ഇരിക്കുന്നു. ആ സീതയെ വാൽമീകി ആശ്വസിപ്പിച്ചാണ് അവിടെ വെച്ച് സ്വയം ജീവൻ എടുക്കാതെ സീത ഇരിക്കുമ്പോൾ വാൽമീകി വന്ന് സമാധാനിപ്പിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കാലം തികയുമ്പോൾ
അവര് രണ്ട് പുത്രന്മാരെ പ്രസവിക്കുന്നു. ആ മക്കളെ വളർത്തി ഒരു 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 ഘട്ടത്തിലെത്തിയപ്പോഴാണ് ശ്രീരാമന്റെ സവിധത്തിലേക്ക് ആ കുട്ടികളെ സീതയെയും എത്തിക്കുന്നത്. അവിടെ വെച്ച് സീതയ്ക്ക് അപ്പോൾ ആ മുറിവ് പതിവ്രതയായ തന്നെ, അതായത് അശോകവനിയുടെ ചുവട്ടില് വ്രതത്തിലായിരുന്നു രാവണൻ കട്ടുകൊണ്ടുപോയപ്പോഴും സീത തിരിച്ചു വന്ന് അഗ്നിശുക്തി വരുത്തിയാണ് അതേ ഭാര്യ പദവിയിലേക്ക് എത്തുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് താൻ ഉപേക്ഷിക്കപ്പെടുന്നത്, അതും ഗർഭാവസ്ഥയിൽ. ആ വേദനകളെല്ലാം അവൾ കടിച്ച് അമർത്തിക്കൊണ്ടാണ് ഇരുന്നത്. ആ കുട്ടികളെ വളർത്തി, അത് രാമന്റെ മക്കളായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് അവരെ രാമന്റെ സവിധത്തിൽ എത്തിച്ചു കഴിഞ്ഞ് സീത രാമനോടൊത്തു ജീവിക്കുകയല്ല, തൻ്റെ മാതാവായ ഭൂമിദേവിയുടെ മാറിലേക്ക് അന്തർധാനം ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 1991 ധനതത്വ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ഗാരി എസ് ബെക്കർ. ബെക്കറിന്റെ പുസ്തകത്തിന്റെ പേര്, ധനതത്വ നോബൽ പ്രൈസ് കിട്ടിയ പുസ്തകത്തിന്റെ പേര് തന്നെ എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, അതായത് കുടുംബത്തെ പറ്റിയുള്ള ഒരു പഠനം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നറിയാമോ? അദ്ദേഹം പറയുന്നു, വിവാഹം എന്ന് പറയുന്നത് ഒരു സംരംഭം തുടങ്ങലാണ്. ആണും പെണ്ണും ചേർന്ന് ഒരു സംരംഭം തുടങ്ങുന്നു. അവിടെ മൂലധനം എന്താണ്? മൂലധനം അവരുടെ പ്രണയമാണ്. ആ അനന്യമായ പ്രണയം, ആ പ്രണയത്തിൽ വിരിയുന്ന പൂക്കൾ, അതാണ് ആ സംരംഭത്തിന്റെ ഉൽപാദനം. സംരംഭം, വിവാഹം ഒരു സംരംഭം. ആ സംരംഭത്തിലെ മൂലധനം എന്ന് പറയുന്നത് അനന്യമായ പ്രണയം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനന്യമായ പ്രണയം. ആ പ്രണയത്തിൽ വിരിയുന്ന പൂക്കളാണ് ആ സംരംഭത്തിന്റെ ഉൽപാദനം. ആ പ്രണയ യവനിക മുന്നോട്ട് പോകുന്നത് എന്തിനാണ്? ആ പൂക്കളെ വളർത്തി ഉത്തമ പൗരന്മാരാക്കി ലോകത്തിന് വെളിച്ചം വീശുന്നവരാക്കി തീർക്കുക. അതാണ് ആ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആ സംരംഭത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നാണ് ഗാരി എസ് ബെക്കർ പറയുന്നത്. നിങ്ങൾ ആ ഗ്രന്ഥം എടുത്ത് വായിക്കണം, വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വാങ്ങിയോ വായിക്കണം. കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാരോട് ഇത് വായിക്കാൻ പറയണം. അപ്പോ അറിയാം, അതായത് ബെക്കർ എന്താണ് പറയുന്നത് എന്നറിയാമോ? ഒരു കുടുംബം എന്ന് പറയുന്നതാണ് ഒരു സമൂഹത്തിന്റെ അടിത്തറ. ആ കുടുംബം നല്ലതായാൽ, ആ കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ നല്ലതായാൽ സമൂഹം നല്ലതാകും. സമൂഹം നല്ലതായാൽ രാജ്യം നല്ലതാകും. രാജ്യം നല്ലതായാൽ ലോകം നല്ലതാകും. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വലിയ അന്തഃഛിദ്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് മുഴുവനും യുദ്ധവും അസമാധാനവും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കുക, ഒരു കുടുംബം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷന്മാർ അവരുടെ ആ പ്രണയ നൗകയിൽ ഒരു ഉത്തമ ലോകത്തിനുള്ള അടിസ്ഥാനമിടുകയാണ് ചെയ്യുന്നത്.